അപ്പം നമ്മുടെ യാത്രയുടെ 15ാമത്തെ ദിവസമായി ഇന്ന് നമ്മൾ അഭിയേട്ടൻ്റെ അടുത്ത് സ്റ്റേ അടിച്ചിട്ട് രാവിലെ താമരശ്ശേരി ചുരം കയറാൻ പോവാണ്. അഭിയേട്ടൻ ദേ എൻ്റെ കൂടെ ഉണ്ട്. അഭിയേട്ടാ നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി കുറച്ച് കിലോമീറ്ററുകളുണ്ട് താമരശ്ശേരി എത്താനായിട്ട്. അവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ ദൂരവും 9 കിലോമീറ്റർ എയർപിന്നുണ്ട്. അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് മലയാണ്. ഇങ്ങോട്ട് ഫുള്ള് നമ്മൾ ഈ മലയും കാടൊക്കെ പോവാണ്. എൻ്റെ കാല് നല്ല രീതിയിൽ പൊട്ടി തവിടുകൂടി ആയതുകൊണ്ട് ഞാൻ ക്രോക്സ് മാറ്റിയിട്ട് ഒരു സ്ലിപ്പർ ആക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യമേ ഇത് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ നല്ല കംഫർട്ട് ഉണ്ട് ഇത് ഇടുമ്പോഴേ. മറ്റേത് ഈ സാധനം ഉറഞ്ഞ് നല്ല രീതിയിൽ പൊട്ടി ഫുള്ള് ബബിൾസ് പോലെ വന്ന് അയ്യോ മനുഷ്യൻ്റെ ജീവൻ പോകുന്ന ഒരവസ്ഥയായിരുന്നു. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നല്ല കംഫർട്ട് ഉണ്ട്. പിന്നെ ആ ഇടത്തേക്കാലുണ്ട്, ഇടത്തേക്കാലിൻ്റെ അവിടെ നല്ല രീതിയിൽ കുറേ പൊട്ടിയിരിപ്പുണ്ട്. അപ്പോൾ നടക്കാൻ നല്ല വേദന ഉള്ളതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ക്രോക്സൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട് ഒരു ബലത്തിന്. അപ്പോൾ ഇപ്പോൾ വലിയ കാര്യമായിട്ട് വേദന ഇച്ചിരി കുറവുണ്ട്, വലിയതായിട്ടില്ല. അതുണ്ടോ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ബോർഡ് കാണാം. പൂക്കോട്ട് ലേക്ക് 25 കിലോമീറ്റർ, വയനാട്. എടക്കൽ കേവ് 62 കിലോമീറ്റർ കാണാം. ഇവിടുന്ന് നമ്മുടെ താമരശ്ശേരി ചുരത്തിലേക്ക് ഒരു 12 കിലോമീറ്റർ ഉള്ളൂ. അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുള്ള് കയറ്റാണ്. അതൊരു 12 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 24 കിലോമീറ്റർ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 24 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നടന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കും കവർ ചെയ്യാം. ഇപ്പം നമ്മൾ നടന്ന് മലോറം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കണ്ടോ മലോറം. എനിക്ക് തോന്നിയത് മലയോരമായിരുന്നു പണ്ട്. അത് പിന്നെ ഒരു കുറച്ച് മോഡിഫൈ ചെയ്ത് മലോറം ആക്കിയതായിരിക്കും, നമ്പരാന്നറിയാം. നമ്മൾ വരുന്ന വഴിക്ക് ഇതേ അവിടെ ഒരു കടയിൽ കുറേ സാധനങ്ങൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തോ ഇളനീർ ജ്യൂസ് ഉണ്ട്, പിന്നെ എന്തൊക്കെയോ ശർബത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ കുറേ പൈനാപ്പിൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ കൂടുതലും കാണുന്നത് ഇതൊക്കെ സാധനങ്ങളൊക്കെ ആയിരിക്കും. പൈനാപ്പിൾ, ഉപ്പിലിട്ട മാങ്ങ, ക്യാരറ്റ്, ബീട്രൂട്ട് തുടങ്ങിയ സാധനങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത്. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഒടുങ്ങാക്കാട് മഖാം. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഒടുങ്ങാക്കാട്. ആ ഒടുങ്ങാക്കാടുള്ളൊരു മഖാമാണ് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ അഭിയേട്ടനോട് പോണ വഴിക്കാണ് പറഞ്ഞതാ, നീ പോകുന്ന വഴിക്ക് ഈ മഖാം കാണാൻ പറ്റും. അപ്പോൾ ആൾക്കാരൊക്കെ ചിലപ്പോൾ ബസ്സിൽ നിന്നൊക്കെ ഇങ്ങനെ ചില്ലറ പൈസയൊക്കെ എറിയും. അവിടെ എന്തോ ഒരു ഇതുണ്ട്, നീ പോകുന്ന വഴിക്ക് വീഡിയോ ഒക്കെ എടുത്തോന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നേ. അപ്പം ഞാൻ അതിൻ്റെ ഫ്രണ്ട് ചെല്ലുമ്പോൾ ആരെങ്കിലും കാണും, അവരോടൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു ഇരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വലിയതായിട്ട് ആരും കാണാനില്ലായിരുന്നു ഫ്രണ്ടിൽ. പിന്നെ അപ്പുറത്താണെങ്കിൽ ഒരു പുള്ളി നിന്ന് പൈസയൊക്കെ കളക്ട് ചെയ്യണ്ടായിരുന്നു. പുള്ളി തിരുതരുമെന്ന് ഇങ്ങനെ പൈസ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബസ്സിലും കാറിലൊക്കെ പോകുന്നവർ കൊടുക്കുന്നുണ്ട്. പിന്നെ പുള്ളിയോട് ചോദിക്കാമെന്ന് ഓർത്തു. പുള്ളിയുടെ കയ്യിലൊരു സ്റ്റിക്കുണ്ട്. ഈ റോഡിൻ്റെ നടുക്കേക്ക് വീണ പൈസ പുള്ളി ആ സ്റ്റിക്ക് കൊണ്ട് വലിച്ചെടുത്തിട്ടാണ് ഇടുന്നത്. അല്ലാണ്ട് പുള്ളി റോഡിന് നടുക്കേക്ക് കയറി കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ തെരുതെരുവെന്ന് വരുന്നുണ്ട്. അപ്പോൾ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പണ്ട് കാലം മുതൽ ഇതിലുള്ളതാണ്. ഈ റോഡ് വന്നതിന് ശേഷം പോകുന്ന വണ്ടിക്കാരൊക്കെ ഇവിടെ പൈസ കൊടുക്കും. അതിലൊക്കെ ഒരുപാട് ഫലങ്ങളും ഉണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് മാറാനും പിന്നെ രോഗങ്ങൾ അങ്ങനത്തെ നേർച്ചാക്കി ഇങ്ങോട്ട് വന്നാൽ ഭയങ്കര ഫലം. കുറേ മുമ്പുണ്ട് പഴയ കാലത്ത്. ചുരം കയറാൻ പോകുന്നവർക്ക് രക്ഷിക്കണം എന്നും പറഞ്ഞു. അങ്ങനെ ഒരു സമാധാനമാണ്, ആശ്വാസമാണ്. ചുരം കയറാൻ ഇങ്ങോട്ട് പണ്ടേ ഉള്ളതാണ്. ചില്ലറ പൈസ എറിയാം, ബസ്സിൽ നിന്ന് എറിയൂല്ലേ? പണ്ടേ കാലം. അപ്പോൾ അത് ഇത് വെച്ച് പെറുക്കൂല്ലേ ഈ കമ്പ് വെച്ചിട്ട്? ഓക്കെ, ഇങ്ങോട്ട് വരണേ റോഡിൽ? റോഡിലേക്കല്ലേ? യാത്ര പോണ ആൾക്കാരൊക്കെ മക്കാമിൻ്റെ മുമ്പിൽ എന്തെങ്കിലും സംഭാവനയായിട്ട് പൈസ ഇടാറുണ്ട്. പിന്നെ പ്രസിദ്ധമായ മക്കാമാണ് ഒടുങ്ങാക്കാട് മക്കാം. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെറുപ്പം തൊട്ടേ കാണുന്നതാണ്. മല മൊത്തം നമ്മൾ കയറാൻ പോകണേ. നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് പല പല രംഗങ്ങൾ മാത്രമല്ല, നമുക്ക് പല പല നാടിനെക്കുറിച്ച് അറിയാൻ പറ്റും, നാട്ടുകാരെക്കുറിച്ച് അറിയാൻ പറ്റും. പിന്നെ ഓരോരോ നല്ല നല്ല ബന്ധങ്ങൾ കിട്ടും. അതിനൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. നമ്മളിങ്ങനെ വീട്ടിൽ ഇരുന്നിട്ടൊരു കാര്യമില്ല. ഇപ്പം നടന്ന് തന്നെ പോകണമെന്നില്ല കേട്ടോ, ബൈക്കിന് പോകാം, സൈക്കിളിന് പോകാം. പക്ഷേ ഫോണിലല്ല കാര്യം. ഓരോ ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിച്ച് നല്ല രീതിയിൽ അവരുമായിട്ട് ഇടപഴകി അവരുടെ ജീവിത രീതികളും എല്ലാം മനസ്സിലാക്കി അങ്ങനെ നമ്മൾ പോണേലാണ് കാര്യം. അല്ലാണ്ട് ചുമ്മാ കുറേ സ്ഥലത്തോടെ വണ്ടി ഓടിച്ച് വന്നിട്ടൊരു കാര്യമില്ല. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പക്ഷെ അതുപോലെ തന്നെ നല്ല അട്ടക്കണ്ടം വെയിലും. പിന്നെ നമ്മുടെ ആകെയുള്ള ആശ്വാസം തന്നെ കുടയുണ്ട്. അതുകൊണ്ട് എന്താ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കുടയും വെച്ചൊക്കെ നടന്നുള്ളൂ. ഇതില്ലായിരുന്നു എൻ്റെ കാര്യത്തിൽ തീരുമാനമാണ്. താമരശ്ശേരി റൂട്ട് പിടിച്ച് ചുരം കയറി വരാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ, ഇലക്ട്രിക് വാഹനങ്ങൾ വല്ലതും ആണ് കയ്യിലെങ്കിൽ ദേ ഇവിടെ ചാർജിങ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റായിട്ട് പറഞ്ഞാൽ പുതുപ്പാടി ഇലക്ട്രിക് സെക്ഷൻ KSEBിയുടെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കറക്റ്റ് ഇതേ ഈ ഏരിയയിൽ വന്നിട്ട് ചാർജ് ചെയ്തില്ല. നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് കൈതപ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ടൗണാണ്. ഇവിടെ 2 വഴിയുണ്ട്. നമുക്ക് പോകേണ്ടത് ആ
നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കറക്റ്റായിട്ട് പറഞ്ഞ ഒരു കറക്റ്റ് 5.5 കിലോ ഉണ്ട് താമരശ്ശേരി ചുരത്തിലേക്ക്. ഇവിടെ പോകുന്ന വഴിക്ക് ഇതേ ഒരു പാലത്തിൻ്റെ താഴെ നല്ലൊരു അരുവി ഒഴുകുന്നുണ്ട്. സമയമില്ല, ചുരം കയറാണ്ടല്ലായിരുന്നെങ്കിൽ നമുക്കിവിടെ ഒന്ന് ഇറങ്ങി കയ്യും കാലൊക്കെ ഒന്ന് കഴിട്ട് തുടങ്ങും. കാരണം നല്ല സെറ്റ് തെളിനീര് പോലത്തെ വെള്ളമാണ്. അത് കണ്ടറിയാം, ഈ പാറയിൽ ഒഴുകുന്ന വെള്ളമായതുകൊണ്ട് നല്ല ക്ലീൻ വെള്ളം. അതിൻ്റെ അടി വരെ നമുക്ക് കാണാം. ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഏത് നാട്ടിലേക്കുള്ള വഴിയാണ് ഇത് നമുക്കുള്ള വഴി. ഞാനിങ്ങനെ ഭയങ്കരമായിട്ടൊരു മോര് സോഡയോ സംഭാരം എന്തെങ്കിലും കിട്ടുമോ എന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഉള്ള കട മൊത്തം തപ്പിത്തപ്പി നടന്നു വരുവാണ്. അന്നേരമാണ് നമ്മുടെ ചേച്ചിയുടെ കട റൈറ്റ് സൈഡിൽ കാണുന്നത്. സംഭവം ഇത്രയും കിടിലൻ സാധനമായിരിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ആരെങ്കിലും ഈ വഴി പോവുകയാണെങ്കിൽ ഈ കടയിൽ കയറി ഒന്ന് ട്രൈ ചെയ്തോ, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നമ്മൾ അടുത്ത പാലം കയറാൻ പോവുകയാണ്. ആംബുലൻസ് ഒക്കെ പോകുന്നത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തണുപ്പാണ്. ഇത് താഴെയൊക്കെ വെള്ളം കുറവാണ്. നമുക്ക് ഇറങ്ങി കയ്യും കാലൊക്കെ കഴുകാനുള്ള ഒരു ഭാഗത്തിനുള്ള ഉള്ളൂ. നമ്മളിപ്പോൾ നടന്ന അടിവാരത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് താമരശ്ശേരി ചുരത്തിലേക്ക് ഒരു 3.5 കിലോമീറ്റർ ഉള്ളൂ. അവിടുന്ന് മേളിലേക്ക് നമ്മൾ ലക്കിടിക്ക് പോവുകയാണെങ്കിൽ ഒരു ടോട്ടല് 12-13 കിലോമീറ്റർ ഇവിടുന്ന്. അതുപോലെ തന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാണാം. സൂചിപ്പാറ വാട്ടർഫോൾസ് 45 കിലോമീറ്റർ, കുറുവ ഐലൻഡ് 64 കിലോമീറ്റർ. കുറുവ ഐലൻഡ് എനിക്ക് വേണമെങ്കിൽ കുറുവ സംഘം ഒക്കെ ട്രെയിനിങ് ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. എനിക്ക് ക്ലിയർ അല്ല, ഞാൻ കേട്ടത് അങ്ങനെയാണ്. അടിവാരത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയ ഒരു കടയിലുള്ള കോയിൻ കളക്ഷനാണ് ഈ കാണുന്ന മൊത്തം. ഇതിൽ ഏതൊക്കെയോ കുറേ രാജ്യങ്ങളുടെ നോട്ടും കോയിനും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യയുടെ കറൻസി ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളുടെയും കറൻസി അവിടെ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ ചുരം കയറിയില്ല, കയറുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം നല്ല കയറ്റാണിത്. അപ്പോൾ കുറച്ച് മടുത്തോണ്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇത് എവിടെ ഇരുന്നാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് അത് മൊത്തം കയറണം. കാര്യം പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഫുള്ള് ചുരം കയറാണ്ട് ഷോർട്ട് കട്ട് പിടിച്ച് ലക്കിടിയിലേക്ക് വന്നിട്ട് അപ്പുറത്തൊരു വഴി ഉണ്ടായിരുന്നു. അതാകുമ്പോൾ ഈ ചുറ്റിക്കറക്ക് അധികമില്ല. പക്ഷെ നമ്മൾ ചുരം ഫുള്ള് കയറണം എന്നുള്ളൊരു മൈൻഡിൽ കൂടെയാണ് വന്നത്. അതുകൊണ്ടാണ് ഈ വഴി പോകുന്നത്. കണ്ടോ എന്ത് ശാന്താന്ന് നോക്കി, ഭയങ്കര പീസായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വെയിലുള്ളതുകൊണ്ട് ചെറിയൊരു മടുപ്പുണ്ട്. വെളുപ്പിനൊക്കെ ഇതിൽ വരുവാണെങ്കിൽ നല്ല സെറ്റ് വൈബായിരിക്കും കേട്ടോ. വെളുപ്പിനും പിന്നെ വെയിൽ ആറിക്കഴിഞ്ഞും വരുവാണെങ്കിൽ. ഈ ഒരു സമയത്ത് വന്നുകൊണ്ടാണിത്. അങ്ങോട്ടേക്ക് നോക്കിയാൽ മൊത്തം മഴയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് കയറി തീർത്ത് ലക്കിടി എത്തുക, അതാണ്. ഈ മരം കണ്ട, ഈ മരത്തിന് മുകളിലേക്ക് നോക്കി അവിടെ ഒരു തേനീച്ചക്കൂടൊക്കെ ഉണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ആ മരത്തിനിടയ്ക്ക് അവിടെയൊക്കെ കുറേ തേനീച്ചക്കൂടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു തേൻ എടുക്കാൻ വേണ്ടിയാണ് ഈ ഏണി സെറ്റ് ചെയ്തേക്കുന്നത് ആൾക്കാർ. മേള് വരുന്നുണ്ട്. അപ്പം അടുത്തിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ വന്നതാണ്. കുറേ ദൂരം കയറി കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടത്. ഇതിന് താഴെ ചെറിയൊരു കൊക്കയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറേ മലയും പിന്നെ എന്തൊക്കെയോ കൃഷി ഇങ്ങനെ എന്തോ സാധനമൊക്കെ ഉണ്ട്. അവിടെ എന്തോ ഫാമോ വീടോ എന്തൊക്കെ സാധനമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിതേ ഇവിടുന്ന് ഫസ്റ്റ് ഹെയർ പിൻ വളവ് കയറാൻ പോവാണേ. ഇങ്ങനെ കയറി ഇത് അവിടെ ആ സൈൻ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടോ 1/9 എന്ന് പറഞ്ഞത്. മൊത്തം 9 ഹെയർ പിന്നുണ്ട് ഇവിടെ. അതിനകത്തെ ഫസ്റ്റ് ഹെയർ പിന്നാണ് നമ്മളിത് ഇപ്പം കയറാൻ പോകുന്നത്. ഇതേ കാണുന്നത്. ഞാൻ ഈ പോണ വളവ് ഭയങ്കര റിസ്ക്കാണ്. കാരണം അവിടുന്ന് വണ്ടി വരുമ്പോഴത്തേക്ക് ഈ സൈഡോടുകൂടി ചേർത്തോണ്ടാണ് തന്നെ സ്പീഡിലൊന്നാ ഇറക്കം കൂടെ അല്ലേ. അപ്പോൾ ഈ KSRTC ഒക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ചേർത്തെടുത്തോണ്ട് തന്നെ കണ്ടതേ ജസ്റ്റ്. അപ്പോൾ ഇത് ഓട്ടോ ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാരണം വെച്ചാൽ അവർക്ക് നമ്മളെ കാണാൻ പറ്റില്ല. അവരിങ്ങനെ അറ്റം പിടിച്ച് ചേർന്ന് വളച്ചെടുത്തോണ്ടൊക്കെ ആയിരിക്കും തന്നെ. 2 ടയറിൽ കുത്തി കറങ്ങിയൊക്കെ ആയിരിക്കും തന്നെ. ആ സമയത്ത് ചെറുതായിട്ടൊരു വിഷം കിട്ടുവാണെങ്കിൽ ഓക്കെ. പക്ഷെ നമുക്കാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടെ നടക്കാനും മേല. നമ്മുടെ സൈഡ് ഇതായതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിൽ കൂടെ തന്നെ. പിന്നെ കാലിന് ചെറിയ വേദനയൊക്കെ ഉണ്ട്. ആ വേദനയെ അവഗണിച്ചുകൊണ്ടാണ് നമ്മൾ 1ാമത്തെ ഹെയർ പിൻ കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും കൂടുതലും കണ്ടത് ഈ ഹരിയാന രജിസ്ട്രേഷൻ വണ്ടിയും ഡൽഹി രജിസ്ട്രേഷനും കേട്ടോ കൂടുതലും. ഇപ്പോൾ നമ്മൾ ചുരം കയറിയത് ഇവിടെ എത്തി. ഇവിടുന്ന് നമുക്ക് തുഷാരഗിരി വാട്ടർഫോൾസ് കാണാനാണെങ്കിൽ ഈ റൂട്ടാട്ടോ പോകണ്ടേ. പക്ഷെ നമ്മൾ നേരെ ലക്കിടിയിലേക്ക് ആയതുകൊണ്ട് നേരെ ഈ ചുരം കയറിയാണ് പോകുന്നത് ഫുള്ള്. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ഈ റൂട്ട് പിടിച്ച് വെള്ളച്ചാട്ടം കാണാൻ പോകും.
പിന്നെ നമുക്ക് ഈ ചുരം കയറി പോകുന്ന വഴിക്ക് ധാരാളം കുരങ്ങന്മാരെയൊക്കെ കാണാം കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഇതുങ്ങൾ ഉപദ്രവിക്കുമായിരിക്കുന്നു. കാരണം 1 2 ഒന്നും അല്ല, ഒരു അറ്റത്തുനിന്ന് തുടങ്ങി മൊത്തം കുറേ ഇതുങ്ങളുടെ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കൂട്ടമായിട്ട് വന്ന് ആക്രമിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കൈ കിട്ടണൊക്കെ എടുത്തിട്ട് എറിയാനേ പറ്റുള്ളൂ. പിന്നെ എന്തോ ദൈവഭാഗ്യത്തിന് ഇവന്മാരും ഉപദ്രവിച്ചൊന്നുമില്ല. കാര്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നേന്ന് ഓർത്ത് പാവം വിട്ട് കളഞ്ഞായിരിക്കും. അങ്ങനെ നടന്നു കയറി വരാൻ നേരത്താണ് നമുക്ക് ലെഫ്റ്റ് സൈഡിലൊരു വ്യൂ പോയിന്റ് കിട്ടിയത്. അതിൻ്റെ തൊട്ടടുത്തൊരു ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വ്യൂ പോയിന്റ് വന്ന് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അടിവാരം നമുക്ക് കാണാം. ഇത് ആ കാണുന്ന മുസ്ലിം പള്ളി ഉണ്ടോ, അത് അടിവാരത്തോളാണേ. ഞാൻ ദേ റൂട്ടിൽ നിന്നാണ് നടന്നു വന്നത്. അടിവാരത്തിന് ദേ മുസ്ലിം പള്ളിയുടെ ആ ഫ്രണ്ടിൽ കൂടെ നടന്ന് ഇതിലേക്ക് ഇറങ്ങി കയറിയാണ് ഈ മല ഇവിടെ വരെ എത്തിയാണ് ഇപ്പം. ഇപ്പം ഞാൻ ചുരം കയറി വന്ന വഴിക്ക് ചേട്ടന്മാരെ കണ്ടേ. അവർ മറ്റേ എന്തോ പരസ്യം ഈ വഴിക്കായിട്ട് പരസ്യത്തിൻ്റെ ബോർഡ് സെറ്റ് ചെയ്യണം എന്തോ പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ എന്തോ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ നടന്നു തന്നെ കണ്ടപ്പോഴത്തേക്കും അവരിങ്ങനെ ഒന്ന് പരിചയപ്പെടണമെന്നും പറഞ്ഞെടുത്ത് വന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരു ഫേസ്ബുക്ക് ഇടാനായിട്ടൊരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഫോൺ നമ്പറൊക്കെ മേടിച്ച് നമുക്കൊരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ തന്ന് വിട്ടു. എന്നിട്ട് ഫുഡ് കഴിക്കാൻ വന്നുണ്ടോ, ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇത് നടന്ന് കയറി നമുക്ക് ലക്കിടി എത്താണ്ടെന്നും പറഞ്ഞ് ഞാൻ നൈസായിട്ടിങ്ങ് പോന്നു. നമ്മളപ്പോൾ നടന്ന് ഇതുവരെ 1ാമത്തെ ഹെയർ പിൻ തീർന്നിട്ടില്ല. ഇത് കുറേ നേരം നടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ 1ാമത്തെ ഹെയർ പിൻ അത്യാവശ്യം നല്ല ലോങ് ആണ്. ഇത് കഴിഞ്ഞിട്ട് 2ഉം 3ഉം കുറച്ചേ ഉള്ളൂ, ഒത്തിരി ലോങ് ഒന്നുമില്ല. പക്ഷെ 1ാമത്തെ ഹെയർ പിൻ അങ്ങോട്ടേക്ക് ചെയ്ത് അധികം ദൂരമുണ്ടേ. നമ്മൾ 1ാമത്തെ ഹെയർ പിൻ ഫിനിഷ് ചെയ്തത് 2ാമത്തെ ഹെയർ പിന്നിലേക്ക് കയറിക്കൊണ്ടിരിക്കുവാണ്. 2ാമത്തെ ഹെയർ പിന്ന് വലിയ സീനില്ല കേട്ടോ, സുഖമാണ് കയറാനായിട്ട്. അങ്ങനെ നമ്മൾ നടന്ന് 2ാമത്തെ ഹെയർ പിന്നും തീർന്നത് 3ാമത്തെ ഹെയർ പിന്ന് കയറുവാണ്. ഇവിടുത്തെ വ്യൂ കാണിച്ചില്ല, അതെ കിടുന്ന വ്യൂ ആണ് ഇവിടുത്തെ. യെസ് ഗായ്സ്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്ന് 4ാമത്തെ ഹെയർ പിന്നും കയറാൻ പോവുകയാണ്. ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങ് മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൂടെ വണ്ടി പോകണം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അതിലൂടെ വണ്ടി പോകണില്ല, അതുകൊണ്ടാണ്. കുറച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയൊക്കെ ഇങ്ങനെ കയറി വരും. അപ്പോൾ അതിലേക്കൂടെ നിങ്ങൾ പാസ് ചെയ്ത് പോകും. അപ്പോൾ ആ വഴിയാണ് നമുക്ക് കയറി ചെല്ലേണ്ടത്. ഇതിലേ കയറിയിട്ട് കറങ്ങി യെസ്, നമ്മൾ 5ാമത്തെ ഹെയർ പിൻ ആയി ഗൈസ്. നമ്മളവിടെ നിന്ന് നടന്നത് 6ാമത്തെ ഹെയർ പിൻ ആയി ഗൈസ്. ഇനി അങ്ങോട്ട് ആ പോണ KSRTC പുള്ളി ഇടിച്ചിട്ടുണ്ടാണ്. ജസ്റ്റ് മിസ്സായിരുന്നു. അപ്പോൾ ഈ ഇറങ്ങി ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളിനെ ഇടിക്കേണ്ടതാണ്. പുള്ളി എന്നിട്ട് അതിൻ്റെ തെറി പറഞ്ഞ സീനാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മൾ നടന്നു വന്ന വഴിയാണ് കാണുന്നത്. ഇത് ഇനിയും താഴേക്ക് കുറേ ഉണ്ട്. അവിടെ ഇരിക്കാൻ നേരത്താണ് ഞാൻ ഈ സ്ഥലം കാണിച്ചു തന്നിട്ട് പറഞ്ഞത്. അതിലൂടെയൊക്കെ വണ്ടി പോകുന്നുണ്ട്, അങ്ങ് മേളിക്കൂടെ നമുക്ക് ഇങ്ങനെ കറങ്ങി പിടിച്ച് വന്നെന്നൊക്കെ. ആ സ്ഥലമാണ് ഈ സ്ഥലം. നമ്മളങ്ങനെ 7ാം വളവ് കഴിഞ്ഞത് 8ാമത്തെ വളവായിട്ടുണ്ട്. ഈ 8ാമത്തെ ഈ ഒരു വളവാണ് ഉള്ളതിൽ വെച്ച് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കേട്ടോ. ഇത് കുറേ ഉണ്ട്, ഇത് അത്യാവശ്യം കുറേ ദൂരമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 9ാമത്തെ തന്നെ. നമ്മുടെ KSRTC സ്വിഫ്റ്റ് പിടുത്തം വിട്ട് വന്നുകൊണ്ട് ചാർത്തിയേക്കണ രംഗങ്ങളാണ് നമ്മളിത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനോ ആക്സിഡൻറ്റോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചുരത്തിൽ ഭയങ്കര ബ്ലോക്കായിരിക്കും കേട്ടോ. അതുകൊണ്ട് അത് മറ്റു വാഹനങ്ങൾക്കും തടസ്സമാകും. അതുകൊണ്ട് ചുരം വഴി പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒത്തിരി അമിത വേഗതയും കാര്യങ്ങളൊന്നും എടുക്കാണ്ട് സൂക്ഷിച്ചൊക്കെ ഓടിക്കുക. അവിടുന്ന് താഴേക്ക് ലൈറ്റ് അടിച്ച് നോക്കി, ശരിക്കും എടുത്തറിയാനുണ്ട്. ടോർച്ച് അടിക്കുന്ന പോലെ. ഈ ഒരു സൈഡ് ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം കാടാണേ. നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടി നടന്നു വരുമ്പോഴാണ് പെട്ടെന്നൊരു സാധനത്തിന് കാണുന്നത്. അത് പുള്ളി അവിടെ റെസ്റ്റ് എടുക്കുവാണേ. ഇവിടെ എന്തോ ഒരു ജീവിയുടെ ഒരു അവശിഷ്ട കിടക്കുന്നുണ്ട്, എല്ലും കാര്യങ്ങളൊക്കെ. എന്തിൻ്റെ നിറത്തില്ല, വല്ല പെരുമ്പാമ്പിൻ്റെ ആയിരിക്കും മിക്കവാറും. പെരുമ്പാമ്പും പിന്നെ മറ്റേ കുരങ്ങൊക്കെ ഈ ഏരിയയിൽ കുറേ ഉണ്ട്. നോ പാർക്കിംഗ് എന്നൊക്കെ ചുമ്മാ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആൾക്കാരുണ്ടോ ഇരിക്കണ്ടോ. അതുപോലെ ഓവർടേക്ക് ചെയ്യലെന്നൊക്കെ വെറുതെ വെച്ചേക്കുക. മനുഷ്യനെ ഇടിച്ച് കൊല്ലാൻ പോകണമല്ലൊക്കെയാണ് പോകണം എല്ലാവരും. ഗൈസ്, നമ്മൾ നടന്ന് നേരെ ഇരുട്ടി. അപ്പോൾ ഇനി എപ്പോൾ മേളിൽ ചെല്ലുമെന്ന് അറിയത്തില്ല, ഇനിയും കുറേ ഉണ്ട്. എന്തായാലും നമുക്ക് മേളിൽ ചെന്നേ പറ്റുള്ളൂ. മൊത്തം പതുക്കെ സന്ധ്യ ആയി തുടങ്ങി.
ചീവിടിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവിടുന്ന്. ഫോണിൻ്റെ സിഗ്നൽ പോയോണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ല, ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിച്ചിട്ടും കോളും പോകണില്ല. ആകെ ടാസ്ക് ആയിട്ടുണ്ട്. ഒരു മഴയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി. പിന്നെ നടക്കുമ്പോൾ ഇങ്ങനെ വഴിക്ക് വെച്ച് ഓരോ ആൾക്കാർ കാണുമ്പോൾ വണ്ടി വന്ന് നിർത്തിയിട്ട് ചോദിക്കണൊക്കെ ഉണ്ട്, സംസാരിക്കണൊക്കെ ഉണ്ട്. എന്നിട്ട് എന്നോട് വാ മേളിലേക്ക് പോരെ കൊണ്ടുവിടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളിത് നടന്നാണല്ലോ പോണേ. വണ്ടിക്ക് പോകാനാണെങ്കിൽ നമുക്ക് കാസർഗോഡ് നിന്ന് വണ്ടി വിളിച്ച് വന്നാൽ മതിയായിരുന്നല്ലോ. ആ ഒരൊറ്റ മൈൻഡ് കൊണ്ട് പിന്നെ അവർക്ക് നന്ദിയൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് വിട്ടു. അവിടെ പിന്നെയും കുറച്ച് ടീംസൊക്കെ ഉണ്ട്. ഞാൻ വന്നത് നോക്കി ഇങ്ങനെ നിൽക്കുവാണേ. പിന്നെ കുറേ കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ഏറ്റവും ലോങ് ആയിട്ടുള്ള 8ാമത്തെ ഹെയർ പിന്നും കടന്നതേ 9ാമത്തെ ഹെയർ പിന്നായിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഹെയർ പിൻ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ താമരശ്ശേരി ചുരം നമ്മൾ നടന്ന് കയറി. എനിക്കതിൻ്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ. ആ താഴെ കാണുന്ന മല കണ്ടോ, അത് ഫുള്ള് നമ്മൾ ഇതേ അവിടം തൊട്ട് നമ്മൾ ഫുള്ള് നടന്ന് തീർത്താണ് ഇവിടം വരെ. പക്ഷെ അതിൻ്റെ വലിയ ബുദ്ധിമുട്ടൊക്കെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ചെറിയ മടുപ്പ് പോകുന്നുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകും. എനിക്കൊരു ഒരു ഘോര വനത്തിൻ്റെ ഒരു ഫീലൊക്കെ ഇട്ടുണ്ട്. ഇപ്പോൾ ഒരു കടുവ അവിടുന്ന് ചാടി വന്നു. സൂപ്പറായിരിക്കും. കടുവയൊന്നുമില്ല എന്നാലും ഒന്ന് അടിപൊളിയായിരിക്കും. എന്താ മഴ പെയ്യാത്തെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. അപ്പം തന്നെ നമുക്കിട്ടുള്ള അടുത്ത പണി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് നല്ല പൊടിമഴ പെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ ചുരം മൊത്തം നടന്ന് കയറി ലക്കിടി വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. ചുരം മൊത്തം നടന്ന് കയറിയതിൻ്റെ ആ ഒരു ക്ഷീണം മാറാൻ ജസ്റ്റ് ദേ ഈ ലക്കിടി വ്യൂ പോയിന്റിൽ ഇവിടെ നിന്നിട്ട് താഴേക്കൊന്ന് നോക്കിയാൽ മതി. അത്ര റിലാക്സേഷനാണ്. അങ്ങനെ അവസാനം നമ്മൾ എത്തി ഗൈസ്. വെൽക്കം ടു വയനാട്. ഓക്കെ ബൈ. കാണാം ബൈ. സന്തോഷം കണ്ടേ. ഓക്കെ. എവിടെ വീട്? എവിടെ നിങ്ങളുടെ? കൽപ്പറ്റ. കൽപ്പറ്റ വീട്. ഓക്കെ സെറ്റ് ബൈ. അവർ പിന്നെ ഇവിടെ കമ്പടിച്ചിട്ട് അവരുടെ തെറ്റ് വരിയിട്ട് ഇവിടെ അവരുടെ സ്ഥിരമായതാണ്. അങ്ങനെയാണ് ഇവിടെ ആന ചേർക്കരുത്. ആദ്യം ആനകളില്ലായിരുന്നു. പിന്നെ അവർ മക്കളും പിന്നെ തലമുറകളോളം ആയിട്ട് ഇവിടെ കൂടി വെക്കാം. അപ്പോൾ ആനയുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അങ്ങനെ ഇവിടുന്ന് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകില്ലേ? ക്രോസ് അങ്ങോട്ട് പോകും. റോഡ് ക്രോസ് ഇപ്പുറം വരും. 2 ഭാഗം ഫോറസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ. ചുരം അതും ഫോറസ്റ്റ് ആണല്ലോ. അങ്ങനെയും വരാം. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇവിടെ അട്രാക്ഷൻസ് എന്തൊക്കെ കാണാനൊക്കെ ഉള്ളത്? ടൂറിസം കേന്ദ്രമാണല്ലോ അത്. അത് കോഴിക്കോടാണ് മെയിനായിട്ട് ഈ ഭാഗത്തുള്ളത്. വൈത്തിരി കോഴിക്കോടല്ലേ. പിന്നെ ചെമ്പ്ര പീക്ക് അവിടെ ഒരു കരിന്തണ്ടൻ്റെ ഒരു ഇതുണ്ടല്ലേ? അത് തൊട്ടടുത്താണ്. ഇവിടുന്നൊരു 100 മീറ്റർ എന്തായാലും ഇത്രേ ഉള്ളൂ. റോഡ് സൈഡിനെ കാണാൻ പറ്റും. അമ്പലമുണ്ട്. കരിന്തൻ്റെ പ്രതിമയുണ്ട്. അധികം നല്ല സ്ഥലമായതുകൊണ്ട് നല്ല ഫോറസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ നമുക്ക് വലിയ ശരീരം ഒരു പരിധി പോകും. അപ്പൊ കബനി ഫോറസ്റ്റ് വഴിയാണല്ലേ ഇതിങ്ങനെ വന്നേ? കബനി നദി വഴി ഫോറസ്റ്റ് കർണാടക ഫോറസ്റ്റിൽ നിന്ന് വരൂല്ലേ? സ്ഥലം ആ പുഴ കിടന്ന പിന്നെ ഇവിടെ ഫോറസ്റ്റ് ആയിരുന്നു. നമ്മുടെ അതൊരു ഫോറസ്റ്റ് ആയി. ഒരു പുഴ കിടന്ന അത്ര വ്യത്യാസമില്ലല്ലേ? ഈ സൈഡ് കിടക്കാനാണ് എനിക്ക്. അതെങ്ങനെ അത് ആഴം ഉള്ള പുഴയ്ക്ക് ഇതിന് തന്നെ? മഴക്കാലങ്ങൾ വെള്ളം കയറുമ്പോഴേ ആഴം. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവിടെ ഇങ്ങനെ ആരും ഇല്ലേ? ഒന്നും ഇങ്ങോട്ട് വരാണ്ടിരിക്കാനേ? രാത്രി കാലങ്ങളാണ് കറക്റ്റ്. ആരും കാണുന്നില്ല. അപ്പോൾ സാറ് അത്യാവശ്യം നമുക്ക് കുറേ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ, ബാക്കി കുറേ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ വെറുതെ എന്തിനാ പുള്ളിയുടെ ഫേസ് കാണിക്കണം, കാരണം ഇപ്പം ഡ്യൂട്ടീനെ ബാധിച്ചാലോ ഓർത്താണ്. നമ്മൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാഹി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ മറ്റേ മദ്യം കടത്താൻ നിന്ന ടൈമിലും നമുക്ക് കുറേ ഇൻഫർമേഷൻസ് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞു തന്നായിരുന്നു. അവരെ ഞാൻ ഫേസ് ചെയ്യാൻ ഇട്ടിട്ടില്ല, കാരണം നാളെ നമ്മൾ കാരണം ഇനി അവർക്കൊരു ഇഷ്യൂ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ അവരുടെ ഫേസും കാര്യങ്ങളും ഇടാത്ത ഈ സാറിൻ്റെ. പിന്നെ അകത്ത് വേറെ 2 സാറുമാരുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ലക്കിടിയിലുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. അവിടെയാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇൻഫർമേഷൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറന്മാർ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ആ ഒരു ഇതിലാണ്, കാരണം നമ്മൾ വേറെ എവിടെയും പോയിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഇവിടുത്തെ ഫോറസ്റ്റിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കപ്പഴം തിന്നായിട്ടാണ് ഇറങ്ങുന്നത്.
അവിടുന്ന് സുഗന്ധഗിരി ഒന്നുമല്ലേ? എല്ലാം പ്രൈവറ്റ് ഏരിയ എല്ലാ ഭാഗത്തും ഉൾപ്പെടെ അടക്കം എല്ലാ ഭാഗത്തും. സാധാരണ നമ്മളിപ്പോൾ അങ്ങനെ പോവാന്ന് വെച്ചാൽ അപ്പോൾ വഴിക്ക് വെച്ച് വണ്ടിക്ക് പോകുമ്പോൾ ആന വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ് വെക്കുക. സ്റ്റാർട്ടിങ്ങിൽ വൈബ്രേഷൻ ആയതുകൊണ്ട് തൊഴില വണ്ടി. പിന്നെ അത്രയും നമ്മൾ പ്രൊവോക്ക് ചെയ്താൽ മാത്രമാണ് വണ്ടി കത്തുള്ളൂ. ഓക്കെ. ഹോൺ അടിക്കാൻ പാടില്ല അല്ലേ? ഹോൺ അടിക്കാൻ പാടില്ല. ലൈറ്റ് ഓഫ് ചെയ്തിടണം. ലൈറ്റ് ഓഫ് ചെയ്യാം. ലൈറ്റ് ഇട്ടാലും കുഴപ്പമില്ല. വണ്ടി ഓഫ് ചെയ്തു. വണ്ടി ഓഫ് ചെയ്തു സ്റ്റാർട്ടിങ്ങിലായിരിക്കും അല്ലേ? വൈബ്രേഷൻ ഉള്ളതുകൊണ്ട് ആന തൊഴില. ഓക്കെ ഓക്കെ. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇടണം. ഹോൺ അടിക്കാൻ പാടില്ല. ഇത് ഹോൺ അടിക്കുമ്പോൾ ഇത് വയലൻ്റ് ആവില്ലേ സൗണ്ട് കേട്ടിട്ട്? സൗണ്ട് അരോചകമാണ്. അന്നേരമാണ് ഈ കുത്തി മറച്ചിടാനൊക്കെ നോക്കണേ അല്ലേ? കുറുവാദ്വീപ് ഞാൻ കേട്ടിട്ടുണ്ട്. കുറുവാ സംഘം ഒക്കെ അവിടുത്തെയാണോ? അതല്ല, അതൊന്നും താഴെ. ഇത് കുറുവാ ദ്വീപ്, കറുവി നദിയിലൊരു ദ്വീപാണ്. സുന്ദരമായ സ്ഥലമാണ്. അവിടെ ആൾക്കാർ അത് റിസോർട്ട് അതിലാണ്. പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഫോറസ്റ്റ് ഉണ്ട്. പിന്നെ ടൂറിസം പ്രൊമോഷൻ ഇല്ലേ അവരുന്നുണ്ട്. കുറുവാ ദ്വീപ് അല്ലേ? ഒരുപാട് അക്കരെ ഇക്കരെയാണ് അത് ചെയ്യുന്നത്. നമ്മുടെ ഇക്കര നമ്മുടെ ഫോറസ്റ്റിൻ്റെ എൻട്രൻസും പുഴയ്ക്ക് അക്കരെയുള്ളത് DTPCയുടെ എൻട്രൻസ് ഉണ്ട്. ടൂറിസ്റ്റിന് ഇപ്പോൾ കുറച്ചാളുടെ അടച്ചിട്ടൊക്കെ വന്നു. മഴ കൂടിയിട്ടേ തുറന്നുണ്ടോ. വീണ്ടും കാണാം. ഓക്കെ സാറേ ബൈ എന്നാ. ഓക്കെ ബൈ. അപ്പം നമ്മളങ്ങനെ അവിടുന്ന് ഇറങ്ങിയേക്കുവാണ്. എന്നോട് ഓൾറെഡി ഇവൻ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ എന്നോട് ഇപ്പം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോഴത്തേക്ക് എന്തായാലും 12 മണി 1 മണി ആവും. അപ്പോൾ അതുവഴി നീ എവിടെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫോറസ്റ്റുകാരുടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസൊക്കെ കിട്ടുകയും ചെയ്യാം. അവരോട് കുറേ സംസാരിക്കുകയും ചെയ്യാം. പക്ഷേ നല്ല സാർമാരാണ് കേട്ടോ. ഒരു 3 പേരും നല്ല കൈ പറഞ്ഞു. അപ്പോൾ അവരോട് സംസാരിച്ച് ഇങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പം വന്നപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു. ഞാൻ പതുക്കെ അങ്ങ് നടന്നിട്ടുണ്ട്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കയറണം. അങ്ങനെ നമ്മുടെ ചെക്കൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് എനിക്ക് എങ്ങനെയായാലും ഒന്ന് റൂമിൽ പോയാൽ മതി എന്നായിരുന്നു. അപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു വാടാ നമുക്ക് 2 ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നല്ല തണുപ്പല്ലേ 2 ചൂട് ചായയൊക്കെ കുടിക്കാമെന്ന് ഓർത്ത് ഒന്ന് ചവിട്ടി. പിന്നെ അവൻ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. ഈ ഏരിയയിലൊക്കെ ആനയും പുലിയൊക്കെ ഇതിനു മുമ്പ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതേ ആ കാട്ടിൽ വെച്ച് ആനയെ കണ്ടിട്ടുണ്ട്. അതേ അപ്പുറേ സൈഡിൽ വെച്ച് പുലിനെ കണ്ടിട്ടുണ്ടെന്നൊക്കെ. അതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന കരിന്തണ്ട ചങ്ങലൊക്കെ ഇട്ടേക്കണ മരമാണേ.